വി.ഡി. സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടുന്നയാൾ ലഹരി കേസിൽ പിടിയിലായ സംഭവത്തിൽ പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്ന് ചെന്നിത്തല വിമർശിച്ചു. അവർ അധികാരത്തിലിരുന്നപ്പോൾ സംസ്ഥാനത്തെ ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും ഇപ്പോൾ ലഹരിക്കെതിരെ നടപടിയെടുക്കുന്നവരെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ശുദ്ധ തെറ്റാണ്. ഓപ്പറേഷൻ തുഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയാണ്. 10 വർഷം അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെ പിന്തുണയ്ക്കുകയല്ല അദ്ദേഹം വേണ്ടത്. ഇന്ന് കേരളത്തെ ഗ്രസിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മയക്കുമരുന്നാണ്. ആ മയക്കുമരുന്നിൻ്റെ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനാണ് ഓപ്പറേഷൻ തുഫാൻ. ഇതിനകത്ത് ഞാൻ ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. ദയവായി പ്രതിപക്ഷ നേതാവും ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തരുത്. കേരളത്തെ രക്ഷിക്കാനുള്ള പദ്ധതിയാണ്. ലഹരി വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയം കലർത്തരുതെന്നും അദ്ദേഹം വിമർശിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇപ്പോൾ സമാധാനമുണ്ടെന്നും ലഹരി വിരുദ്ധ നടപടികളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഡിവൈഎഫ്ഐക്കാരനായാലും യൂത്ത് കോൺഗ്രസുകാരനായാലും മറ്റാരാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. MDMA കേസിൽ അറസ്റ്റിലായത് മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണോ, താനുമായി അടുത്ത ബന്ധമുള്ളവരാണോ, അതൊന്നും വിഷയമല്ല എന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഓപ്പറേഷൻ തുഫാൻ കാരണം ഇന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് സമാധാനമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലുള്ള അമ്മമാർക്ക് ഉമ്മമാർക്ക് സമാധാനമുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് സമാധാനമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വൻ പദ്ധതിയാണ്. അതിനകത്ത് ആര് പിടിച്ചാലും ശരി, യൂത്ത് കോൺഗ്രസ് അല്ല, DYFI അല്ല, ആരെ പിടിച്ചാലും ശരി, അവരൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതിനകത്ത് ആരെയും രക്ഷിക്കാൻ ആരും ഇറങ്ങില്ല. അതിനകത്ത് രാഷ്ട്രീയമില്ല. കുറ്റം ചെയ്യുന്നവർക്ക് എന്ത് രാഷ്ട്രീയമാണ്? കുറ്റം ചെയ്യുന്നവരെ പ്രതികളായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഭാരവാഹി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിയമപരമായ നടപടിയെടുക്കും. ഒരു സംശയവും വേണ്ട. ഇതിനകത്ത് ഇത്രയും ദിവസം, കഴിഞ്ഞ 80 ദിവസമായി ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു പരാതിയും ആർക്കുമില്ല. അപ്പോൾ ഇപ്പോഴും പരാതിയുടെ അവകാശമില്ല. ആര് തെറ്റ് ചെയ്താലും, ആര് മയക്കുമരുന്ന് ഉപയോഗിച്ചാലും, വിതരണം ചെയ്താലും, വിറ്റാലും അവരുടെ എല്ലാം പേര് കർശന നടപടി ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ വലിയ അളവിൽ രാസലഹരിയുമായി പിടിയിലായതിന് പിന്നാലെ ഓപ്പറേഷൻ തൂഫാൻ പിന്നോട്ട് പോകുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. എന്നാൽ ഈ ആരോപണവും ചെന്നിത്തല തള്ളി. അതേസമയം റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള വാർത്താ ചാനലുകളുടെ സാമൂഹ്യ മാധ്യമ വാർത്താ കാർഡുകൾ മെറ്റ നീക്കം ചെയ്ത സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ചെന്നിത്തല പ്രതികരിച്ചത്. വിഷയത്തിൽ പോലീസ് ഇടപെട്ടിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് ഇതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ഇത് നാടിനെ രക്ഷിക്കാനുള്ള പ്രവർത്തനമല്ലേ? അദ്ദേഹത്തെ പോലൊരു വ്യക്തി 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം ഇതിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ആരെങ്കിലും ഒരാളെ എവിടെങ്കിലും പാർട്ടി ബന്ധമുണ്ടെന്ന് കരുതി ആ പദ്ധതി മുഴുവൻ ഇല്ലാതാകുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് നിയമം അനുസരിച്ചുള്ള നടപടി നേരിടേണ്ടി വരും. അവർക്കൊരു സംരക്ഷണവും കൊടുക്കില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇതിനകത്ത് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവരെല്ലാം ഒരുപോലെയാണ്. ഗവൺമെൻറ് മുമ്പിൽ ഒരുപോലെയാണ്. കുറ്റകൃത്യം ആര് ചെയ്താലും അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. അതുകൊണ്ട് ഓപ്പറേഷൻ തുഫാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ആര് തെറ്റ് ചെയ്താലും അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. ലഹരിക്കെതിരായ നടപടികളിൽ രാഷ്ട്രീയം നോക്കാതെ മുന്നോട്ട് പോകുമെന്നും ആരുമായും ബന്ധമുള്ളവരായാലും നിയമം ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ആരുമായി ബന്ധമുണ്ടെങ്കിലോ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടെങ്കിലോ അതൊന്നും ഇതിനകത്ത് വിഷയമല്ല. നിയമം അതിൻ്റെതായ വഴിക്ക് പോകും. അവരെ എല്ലാം റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നടപടിയെടുക്കും. കർശനമാണ്. പിന്നെ നമ്മുടെ ഫോട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കും. നമ്മുടെ കൂടെ ഇപ്പോൾ എത്രയോ ആളുകൾ പൊതുപരിപാടി പങ്കെടുക്കും, ഫോട്ടോ എടുക്കും. അവരാരാന്ന് നമുക്കറിയാവോ? നാളെ അവർ കുറ്റവാളിയാണെങ്കിൽ അത് നമ്മൾ കുറ്റവാളിയെ സഹായിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആരാ ഫോട്ടോ എടുക്കാത്തത്? നമ്മൾ എവിടെ പോയാലും ആളുകൾ വന്ന് ഫോട്ടോ എടുക്കും. ആ വരുന്ന ആളുകളുടെ ജാതകം നോക്കാൻ പറ്റുമോ? ആരാന്ന്? അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇവിടെ വിഷയമല്ല. ഓപ്പറേഷൻ തുഫാൻ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ആ പദ്ധതി മുന്നോട്ട് തന്നെ പോകും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. നിയമം ആര് ലംഘിക്കുന്നോ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും.